Interdepartmental transfer at market price. Interdepartmental transfer. It is a transfer of goods and services from one department to another department. So interdepartmental transfer എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റർഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. Such transfer should be debited to the trading account of the receiving department and credited to the supplying department. So it is to be recorded because each department is a separate profit center. ഒരു ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുട്വെയർ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ദെൻ ക്ലോത്തിങ് അല്ലെങ്കിൽ ഫാബ്രിക്സ് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇതൊക്കെയും സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റേഴ്സ് ആണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്താൽ അത് അക്കൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഇസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കറക്റ്റ് പ്രോഫിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്യണം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അപ്പോഴേ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ പറ്റുള്ളൂ. So there are two types of transfer. There is interdepartmental transfer at cost price and interdepartmental transfer at market price. അപ്പോൾ രണ്ട് തരത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്റർഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അറ്റ് കോസ്റ്റ് പ്രൈസ്. ഒന്നുകിൽ അത് കോസ്റ്റ് പ്രൈസിലാവാം ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് വാങ്ങിയ വിലയിൽ തന്നെ അവരുടെ കോസ്റ്റ് പ്രൈസിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ. അപ്പൊ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടുന്നത്? സച്ച് ട്രാൻസ്ഫർ ഷുഡ് ബി ഡെബിറ്റഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ്. റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്യുക, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് ദ സപ്ലൈയിങ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനെ ക്രെഡിറ്റ് ചെയ്യുക. അത് അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. Then interdepartmental transfer at cost price is already explained in a separate video. So in this video we are going to study interdepartmental transfer at market price. So market based transfer price അഥവാ interdepartmental transfers at market price. So a department cannot earn anything by selling the goods to another department. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസിലാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ a department cannot or an organization cannot earn anything unless that goods are sold to outsiders. Only by transferring from one department to another, an organization cannot earn anything. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ അയച്ചതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിനോ ഓർഗനൈസേഷനോ ഒന്നും ഏൺ ചെയ്യാൻ കഴിയുന്നില്ല. ഔട്ട്സൈഡേഴ്സിന് എന്ന് വിൽക്കുന്നുവോ അന്ന് മാത്രമാണ് ഏൺ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റോട് കൂടിയാണ്. അതിന് വേറൊരു ടേമാണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ്. ആ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പ്രോഫിറ്റ് കിട്ടി, അവർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ആസ് ഫാർ ആസ് ദ ഓർഗനൈസേഷൻ ഈസ് കൺസേൺഡ് ഇറ്റ് ഡസ് നോട്ട് ഏൺ എനിത്തിങ്. ആ ഓർഗനൈസേഷന് പുറത്തേക്ക് അത് വിറ്റ് പോകുമ്പോഴേ ഓർഗനൈസേഷന് ഏണിംഗ് ആയുള്ളൂ. അപ്പൊ അതിലാണ് പറയുന്നത്, അപ്പൊ സെൻഡ് ചെയ്ത അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. റിയലൈസ് ചെയ്തിട്ടില്ല, ശരിക്കും ആ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്, പക്ഷെ മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് വിറ്റ് പോയിട്ടില്ല, അത് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വിൽക്കാത്ത ക്ലോസിംഗ് സ്റ്റോക്കിൽ അങ്ങനെ വിൽക്കാത്ത ഗുഡ്സ് ഉണ്ടാവുമ്പോൾ, അതായത് ട്രാൻസ്ഫർ ചെയ്തു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അത് മാർക്കറ്റ് പ്രൈസിലാണ്, പക്ഷെ അത് മുഴുവൻ വിറ്റ് പോയിട്ടില്ല എങ്കിൽ, അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ there should be a provision for unrealized profit. നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒന്നുമല്ല അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിലാണെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് റിസർവ്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് നമ്മുടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉള്ളതെങ്കിൽ ജേണൽ എൻട്രി പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ലെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആകെ ട്രാൻസ്ഫർ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ആകെ ട്രാൻസ്ഫർ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൽ
വിറ്റുപോവാത്ത ഗുഡ്സ്, ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സിൽ വിൽക്കാത്ത പോർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാണുന്നു. അത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഏതാണോ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് അസർട്ടൈൻ ദ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലായിരിക്കും ആ സ്റ്റോക്ക് ഉണ്ടാവുക. അപ്പോൾ അതിലാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉള്ളത്. അതുകൊണ്ട് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ അസർട്ടൈൻ ചെയ്യേണ്ടുന്നത്, എത്രയുണ്ട് എന്ന് നോക്കേണ്ടുന്നത്. സച്ച് പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലോസിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി ഡെബിറ്റഡ് ആൻഡ് പ്രോഫിറ്റ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് മസ്റ്റ് ബി ക്രെഡിറ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിലാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉള്ളതെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കിലാണുള്ളതെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. Then closing stock reserve must be reduced from closing stock of receiving department in balance sheet. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത റിസർവ് അല്ലെങ്കിൽ പ്രൊവിഷൻ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്ട് ചെയ്യണം അല്ലെങ്കിൽ ലെസ് ചെയ്യണം. Then adjustment of stock reserve is made in the general profit and loss account of the receiving department being unrealized profit. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. transferring department must have earned the profit. ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല, കാരണം ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ഇഫ് പ്രോഫിറ്റ് ആഡഡ് ബൈ ട്രാൻസ്ഫറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നോട്ട് ഗിവൺ സെപ്പറേറ്റ്ലി. ഇപ്പൊ മിക്കവാറും നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് തന്നിട്ടുണ്ടാവും, കാരണം നമ്മൾ പറഞ്ഞു ഇൻഫ്ലേറ്റഡ് പ്രൈസിലാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ പെർസെന്റേജ് ആയിട്ട് തന്നിട്ടുണ്ടാവും, ഇത്ര പെർസെന്റേജ് ആണ് അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തന്നിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് മസ്റ്റ് ബി ഫൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പോൾ അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ബേസിസിലാണ് ചെയ്യേണ്ടത്. അതായത് ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സെയിൽസ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫേർഡ് ഗുഡ്സ് ഓൾസോ. അപ്പോൾ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇത്ര പെർസെന്റേജ് ആണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്തതെന്ന്. അങ്ങനെ തന്നിട്ടില്ല എങ്കിലാണ് നമ്മൾ ട്രാൻസ്ഫറർ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണണം. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ കൂടെ തന്നെ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറും കൂടെ ആഡ് ചെയ്യണം. Then information about opening stock reserve may be given in the form of gross percentage to sales. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ തരേ ഇതുപോലെ ഗ്രോസ് പെർസെൻറ്റേജ് ആയിട്ട്, അതായത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ടാകും. ഇനി അത് തന്നിട്ടില്ല എങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്കിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും തന്നിട്ടില്ല എങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്കിലെ ഇൻഫ്ലേഷനെ കുറിച്ച് ഇൻഫ്ലേറ്റഡ് പ്രൈസിനെ കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ടില്ല എങ്കിൽ then assume provision was not made in the previous year. നമ്മൾ അസ്യൂം ചെയ്യുക കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. If receiving department stock includes some other stock purchased from outside. ഇനി റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോക്കില് പുറമേ നിന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സും ഉണ്ടെങ്കിലോ നമ്മൾ സ്റ്റോക്ക് റിസർവ് കാണേണ്ടുന്നത് ട്രാൻസ്ഫേർഡ് സ്റ്റോക്കുമ്പോൾ മാത്രം കണ്ടാൽ മതി. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടന്നിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം റിസർവ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ഒരു പുതിയ ടേമാണ് ഡ്യുവൽ പ്രൈസിംഗ്. In order to motivate both the departments, the buying and selling departments may be debited and credited respectively with two different prices. അപ്പോൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ തന്നെ ട്രാൻസ്ഫറിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റിനെയും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത് രണ്ട് പ്രൈസിൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് മേ ബി ഡെബിറ്റഡ് വിത്ത് കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് മാർക്കറ്റ് പ്രൈസ്. ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്രൈസിലും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ മാർക്കറ്റ് പ്രൈസിലും ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് പ്രൈസിംഗ് നടത്തുന്നു. അതിനെയാണ് നമ്മൾ ഡ്യുവൽ പ്രൈസിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അറ്റ് മാർക്കറ്റ് പ്രൈസ്. From the following particulars, prepare departmental trading and profit and loss account in columnar form for the two departments and thereafter the combined income account of Jorhat Traders Limited for the year ended 31st March 2017.
നമുക്കിവിടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസസ്, വേജസ്, സാലറി, ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് എ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ് ടു ഔട്ട്സൈഡേഴ്സ്, അതായത് സെയിൽസ്. The entire closing stock of department B represents goods transferred from A at cost plus 20%. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു entire stock of B. ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 12,000 ആണ്. ഈ 12,000 എന്ന് പറയുന്നത് ഫുള്ളും എയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതാണ്. ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇൻഫ്ലേറ്റഡ് പ്രൈസിലാണ്, അഥവാ അറ്റ് കോസ്റ്റ് പ്ലസ് 20% ആണ്. കോസ്റ്റിനോട് കൂടി 20% ആഡ് ചെയ്തിട്ടാണ്. ഇറ്റ് മീൻസ് ഇവിടെ 12,000 എന്ന് തന്നിരിക്കുന്നത് കോസ്റ്റ് പ്ലസ് 20% ആഡ് ചെയ്ത വാല്യൂ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് എമൗണ്ട് ടു 14,000 rupees, which is to be allocated between the two departments in the ratio of 6:1. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. Then an amount of 3,000 is due on interest on debentures of the company. ഈ പർട്ടിക്കുലർ കമ്പനിയുടെ ഡിബഞ്ചറിന്മേല് 3,000 rupees ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. അപ്പോൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ കോളംനാർ ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കോളംസ് ഓർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ കോളംനാർ ഫോമിൽ എ ബി, ഡെബിറ്റിൽ എക്കും ബിക്കും കോളം, ദെൻ ക്രെഡിറ്റിലും എയുടെയും ബിയുടെയും കോളം. Then normally നമ്മുടെ ട്രേഡിംഗ് account is debited with opening stock, purchases and direct expenses. Then credited with sales and closing stock. നമുക്ക് ഇവിടെ ഒരു ഐറ്റവും കൂടി വരുന്നുണ്ട്, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ. നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫറിന്റെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് such transfer should be debited to the trading account of the receiving department and credited to the trading account of the supplying department. അപ്പോൾ നോക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000, 5,000. ഓപ്പണിംഗ് സ്റ്റോക്ക് എ ബി, ഇത് എയുടെ ഡെബിറ്റ് കോളം, ബിയുടെ ഡെബിറ്റ് കോളം, എയുടെ ക്രെഡിറ്റ് കോളം, ബിയുടെ ക്രെഡിറ്റ് കോളം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസസ് 2,05,000, ദെൻ 20,000. നോക്കൂ പർച്ചേസസ്. ദെൻ നെക്സ്റ്റ് വേജസ് 10,000, 1,000. The wages 10,000, 1,000. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് എ 50,000. ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് 50,000 സപ്ലൈ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരുന്നത്? റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഡെബിറ്റഡ്. നോക്കൂ, ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഡെബിറ്റഡ്. റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ബി ആണ്. അപ്പൊ ബിയുടെ ഡെബിറ്റ് കോളം ഇതാണ്, അപ്പൊ അതിനെ ഡെബിറ്റ് ചെയ്തു. ആൻഡ് ഗിവിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഇവിടെ ഗിവിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എ ആണ്, എയുടെ ക്രെഡിറ്റ് സൈഡ് കോളം ഇതാണ്, അപ്പൊ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന വേറെ ഐറ്റംസിന് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒന്നുമില്ല. അടുത്തത് സെയിൽസ്. സെയിൽസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നോക്കൂ, സെയിൽസ് 2,70,000. സെയിൽസ് 2,70,000. Then closing stock 35,000, 12,000. 35,000, 12,000. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി ബാലൻസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഡിപ്പാർട്ട്മെന്റ് എ 40,000, ഡിപ്പാർട്ട്മെന്റ് ബി 6,000. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സാലറീസ് ഉണ്ട് 3,600, 2,400. 3,600, 2,400. ഇനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. നോക്കൂ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് എമൗണ്ട് ടു 14,000, വിച്ച് ഇസ് ടു ബി അലോക്കേറ്റഡ് ബിറ്റ്വീൻ ദ ടു ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 6:1. അപ്പൊ 14,000നെ എക്കും ബിക്കും 6:1 റേഷ്യോയിൽ കൊടുക്കുന്നു, അഥവാ 6/7 റേഷ്യോയിൽ എടുക്കുമ്പോൾ 12,000 കിട്ടും. ദെൻ 1/7 ചെയ്യുമ്പോൾ 2,000 കിട്ടും. 6:1 ആണ് റേഷ്യോ. അപ്പോൾ 14,000നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഇത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഈ പെർട്ടിക്കുലർ കമ്പനിയുടെ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുള്ളതാണ്.
അപ്പോൾ അത് ഇതിന്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ, അതുകൊണ്ട് ആ ബാലൻസ് ഡെബിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതി. ദെൻ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് എ 24,400, ഡിപ്പാർട്ട്മെന്റ് ബി 1,600. ഇനി അടുത്തത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മുടെ റിസർവ് അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ കാണിക്കേണ്ടുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇവിടെ നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ പ്രൊവിഷൻ വരുന്നത് ആകെ ക്ലോസിംഗ് സ്റ്റോക്കിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയുക, എൻറ്റയർ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ബി റെപ്രസെന്റ്സ് ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് എ, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം മതി. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ബിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 12,000 ആണ്. ഈ 12,000 ഫുള്ളും ഡിപ്പാർട്ട്മെന്റ് എ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. അത് അറ്റ് കോസ്റ്റ് പ്ലസ് 20% ആണ്. അതായത് കോസ്റ്റ് പ്ലസ് 20%. കോസ്റ്റ് 100 ആണെങ്കിൽ 100 പ്ലസ് 20 അഥവാ 120 ആണ് ഇസ് ഈക്വൽ ടു 12,000. ആ വാല്യൂ ആണ് 12,000 എന്ന് പറയുന്നത്. അപ്പൊ 12,000ലെ പ്രോഫിറ്റ് എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1/6 ചെയ്യണം, എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് 12,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120. അതാണ് പ്രോഫിറ്റ് എലമെന്റ്. നമുക്ക് തന്നിരിക്കുന്നത് 120 ആണ്. 120യിലാണ് 20യുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് ഇൻവോയ്സ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 12,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. 20 ഡിവൈഡഡ് ബൈ 120 ആണ് 1/6. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ്. 12,000 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കോസ്റ്റിനെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്താൽ പ്ലസ് 20 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ആ ഇൻവോയ്സ് പ്രൈസ് ആണ് ഇവിടെ നമുക്ക് 12,000 എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ പ്രോഫിറ്റ് എലമെന്റ് കണ്ടുപിടിക്കുമ്പോൾ 12,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ നമ്മൾ ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്ലോസിംഗ് സ്റ്റോക്കിലാണ് പ്രൊവിഷൻ എങ്കിൽ ജേണൽ എൻട്രി നോക്കൂ. ഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് സ്റ്റോക്ക്. നമ്മൾ ആ എൻട്രി റെക്കോർഡ് ചെയ്യുന്നു. General profit and loss account letter to provision for unrealized profit on stock. 12,000 into 20 divided by 120, that is equal to 2,000. ഇനി നമുക്ക് ഉള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു ഒരു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഡ്യൂ ആയത് കാണിക്കുന്നു. ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 3,000. ദെൻ ഇനി നമുക്കുള്ളത് നമ്മുടെ കഴിഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിനെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ഇവിടെ റെക്കോർഡ് ചെയ്യണം. നോക്കൂ, ബൈ ഡിപ്പാർട്ട്മെന്റൽ നെറ്റ് പ്രോഫിറ്റ് ടോട്ടൽ 26,000. രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും കൂടെ നെറ്റ് പ്രോഫിറ്റ് 26,000. ദെൻ ഇനി നമ്മളിത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 21,000 റുപ്പീസ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അറ്റ് മാർക്കറ്റ് പ്രൈസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അറ്റ് മാർക്കറ്റ് പ്രൈസ് ആകുമ്പോൾ മിക്കവാറും നമുക്ക് അതിന്റെ റേറ്റ് തന്നിട്ടുണ്ടാകും. ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ ആ ഇൻഫ്ലേഷൻ ഉപയോഗിക്കുന്ന റേറ്റ് തന്നിട്ടുണ്ടാകും. അപ്പോൾ വാട്ട് ഈസ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കോസ്റ്റിനോട് കൂടിയിട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും നമുക്ക് അതിന് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. പെർസെൻറ്റേജ് തന്നിട്ടില്ല എങ്കിലാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന സെയിൽസും പ്ലസ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറും കൂടെ റെക്കോർഡ് ചെയ്തതിനാണ് നമ്മൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ റിസർവ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ബാലൻസ് ഷീറ്റിൽ ആ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബാലൻസ് ഷീറ്റിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഡിഡക്ട് ചെയ്യുകയും ചെയ്യുന്നു. വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.